യൂണിറ്റ് 4 ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. പാർട്ട് 3യുടെ സ്റ്റോറി ലൈനാണ് ഇതിൽ. പാർട്ട് 3യിൽ എന്താ പറയുന്നത്, ബാബയുടെ ബർത്ത്, മീരാമാസിയുടെ അറൈവൽ, ബിൻ താര ബിഹേവിയറൽ ഡിഫറൻസസ്, അതുപോലെ ബിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ. അതിന് 2 എപ്പിസോഡുണ്ട്. താരയുടെ ഹെയർ കട്ട് ചെയ്യുന്നൊരു എപ്പിസോഡ്, അതുപോലെ ബി എപ്പിസോഡ് അറ്റ് ലോധി ഗാർഡൻസ്. അതിലാണ് മെയിനായിട്ട് ബിമ്മിൻ്റെ ഡോമിനൻസ് പറയുന്നത്. അതുപോലെ മിശ്ര ഫാമിലി കോൺട്രാസ്റ്റ് വിത്ത് ദാസ് ഫാമിലി, അതുപോലെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. സോ ഇതൊക്കെയാണ് പാർട്ട് 3യിലെ സ്റ്റോറി ലൈൻ. ഇനി ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക്. മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ്, ബാബ, ദ ഓട്ടിസ്റ്റിക് ക്യാരക്ടർ ഇൻ ദ നോവൽ, ഈസ് ഡീലിനിയേറ്റഡ് ത്രൂ മ്യൂസിക്. The HMV gramophone becomes a weapon of some sorts in his hands. Baba's silent conversation with Bim through gestures to take gramophone from Ali's house നമുക്കവിടെ കാണാൻ സാധിക്കും. ബിക്കോസ് ഹി അഡ്മയറിംഗ്ലി ലവിംഗ്ലി ടച്ചിങ് ദ ഗ്രാമഫോൺ ആൻഡ് ദ കർവ്ഡ് സിൽവർ ഹോൺ. അപ്പോൾ ഇതെല്ലാം കണ്ട് ബിമ്മ് ആദ്യം അഗ്രി ചെയ്യുന്നില്ലെങ്കിലും പിന്നീട് നമുക്ക് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ബിമ്മ് ബാബേനെ സമ്മതിപ്പിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ബാബയുടെ കയ്യിലതായിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് ബാബയുടെ കാര്യം. രണ്ടാമത്തെ ഡോക്ടർ ബിശ്വാസ്. മ്യൂസിക്കിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ജർമ്മനിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഷോസ് ഹിസ് എക്സ്പോഷർ ടു ആൻഡ് അഡ്മിറേഷൻ ഫോർ വെസ്റ്റേൺ കൾച്ചർ. അതുപോലെ മദറിന് ഇഷ്ടം ആണെങ്കിൽ രവീന്ദ്രനാഥ് സംഗീതമാണ്. കുറച്ചും കൂടെ ട്രഡീഷണൽ ബംഗാളി ഫോമാണ് കുറച്ചും കൂടെ ഇഷ്ടം, റെപ്രസെൻറ്റിങ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ആസ്പിറേഷൻസും അതുപോലെ എന്താ പറയുക ട്രഡീഷണൽ ഓർ ഫാമിലി എക്സ്പെക്റ്റേഷൻസും തമ്മിലൊരു കോൺട്രാസ്റ്റ് ബിശ്വാസ് ആൻഡ് മിസ്സിസ് ബിശ്വാസ് തമ്മിൽ കാണാം. അതുപോലെ ദാസ് ഹൗസ് ഹോൾഡിലാണെങ്കിൽ ഓൾവേസ് നമ്മൾ കേൾക്കുന്ന ഈ വെസ്റ്റേൺ മ്യൂസിക്കാണ്, റിഫ്ലക്റ്റിംഗ് മോഡേണിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് എ കോസ്മോപൊളിറ്റൻ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊളോണിയൽ ലെഗസി. അലീസ് ആൻഡ് മിശ്രാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കാണ് അവിടെ കാണിക്കുന്നത്, കുറച്ചും കൂടെ എംഫസൈസിങ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ. മിശ്ര സിസ്റ്റേഴ്സ് എസ്പെഷ്യലി സർല ജയ ഒക്കെ നോക്കുകയാണെങ്കിൽ യൂസസ് മ്യൂസിക് ആൻഡ് ഡാൻസ് ആസ് ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. മിശ്ര ബോയ്സ് ട്രീറ്റ്സ് മ്യൂസിക് ആസ് ഹോബി ഓർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതിൽ മൽക്ക് മിശ്രയാണ് കുറച്ചും കൂടെ മ്യൂസിക്കിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ആ കൺസേർട്ടെല്ലാം നടത്തുന്നത്. അപ്പോൾ മൽക്ക് മിശ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൽക്ക് മിശ്ര വാല്യൂസ് റെസ്പെക്ട് ഫോർ ആർട്ടിസ്റ്റ് ഓവർ മണി ഓർ ഫുഡ്. അതിലൊരു ക്ലാഷ് നമ്മൾ കാണുന്നുണ്ട് ബിറ്റ്വീൻ മോണിറ്ററി തിങ്കിങ് ആൻഡ് ആർട്ടിസ്റ്റിക് ഡിവോഷൻ. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര എക്സ്പ്ലോഡ് ആവുന്നുണ്ട് അവർ. ഇല്ല, എന്താ അങ്ങനെ വിളിക്കാത്ത, അവർക്ക് ഫുഡല്ല എന്നൊക്കെ പറഞ്ഞ് മൽക്ക് മിശ്രയുടെ ഒരു എന്താ പറയുക റിയാക്ഷൻ അവിടെ ഉണ്ട്. സോ ഇതൊക്കെ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. പിന്നെ ഫൈനൽ ആ ഒരു മ്യൂസിക്കൽ ഈവനിങ് പറഞ്ഞല്ലോ മൽക്ക് മിശ്രയുടെയും ഗുരുവിൻ്റെയും. അവിടെയാണ് ബിമ്മിൻ്റെ റിയലൈസേഷൻ ദാറ്റ് മ്യൂസിക് യുണൈറ്റ്സ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ഓൾഡ് ആൻഡ് യങ്, ഓഡിയൻസ് ആൻഡ് പെർഫോമേഴ്സ്. അപ്പോൾ പോസിബിലിറ്റി ഓഫ് ഹാർമണി ബിറ്റ്വീൻ ഡൈവേർജൻറ്റ് എലിമെൻറ്റ്സ് ആണ് അവിടെ കാണിക്കുന്നത്. യൂത്ത് ഓർ ഏജ്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ബിം പെർസീവ്സ് ദ ഹിഡൻ സോഴ്സ് ഓഫ് ബീയിങ് കണക്റ്റിംഗ് ടു ഹർ ഓൺ സിബ്ലിങ്സ്, ഹർ ഫാമിലീസ്, ഡീപ്പർ സെൽസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു മ്യൂസിക്കൽ ഈവനിങ്ങിൽ ബിമ്മിനൊരു റിയലൈസേഷൻ വന്നത് പറഞ്ഞല്ലോ, ആ സംഭവങ്ങളാണ്. ഇതാണ് ആ ഒരു മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിൽ എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട്. ദാസ് ഫാമിലിനെ കുറിച്ച്, ഓട്ടിസ്റ്റിക് ബ്രദറിനെ കുറിച്ച്, അതുപോലെ മിശ്ര ഫാമിലിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ളത്, മ്യൂസിക്കിൽ റിലേറ്റഡ് ആവുന്നത് അലീസിൻ്റെ ഫാമിലിയിൽ ട്രഡീഷണൽ മ്യൂസിക് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഡോക്ടർ ബിശ്വാസ് ആൻഡ് മിസ്സിസ് ബിശ്വാസ്, അത് അമ്മയുടെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ആ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റും അമ്മയുടെ ആ ഒരു ട്രഡീഷണൽ ബംഗാളി ഇൻട്രസ്റ്റും, ഇതൊക്കെയാണ് മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഇവിടെ അനിത ദേശായി എല്ലാവരിലും കൊടുത്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്കിൽ ഒരു ഇതാണ്, ഈ സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മളിതിൽ വരുന്നത് യൂണിറ്റ് 4ൽ വരുന്ന മൈനർ ക്യാരക്ടേഴ്സാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മീരാമാസി. മൈനർ ക്യാരക്ടേഴ്സ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മീരാമാസി ഉണ്ട്, ബക്കുലുണ്ട്, വിശ്വാസുണ്ട്. മീരാമാസി എന്ന് പറഞ്ഞാൽ ലൈക്ക് എ സർഗേറ്റ് മോം ടു ദാസ് ചിൽഡ്രൻ. ഷീ ഡസ് ക്വിൽറ്റ് മേക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, പിക്കിൾ മേക്കിംഗ് ആൻഡ് നിറ്റിംഗ്. അതൊക്കെ ആദ്യം വരുമ്പോൾ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി കെയിം ടു ലുക്ക് ആഫ്റ്റർ ബാബ, made Baba eat his food by himself, buttoning his own shirt, also made him play marble games. അതൊക്കെ മീരാമാസി ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്റൽ സ്ട്രെസ് ഓൾറെഡി മീരാമാസിക്കുണ്ട്. ഹസ്ബൻഡ് മരിച്ചിട്ട് പോവേർട്ടിയാണ്, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇറക്കി വിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ എക്സ്പീരിയൻസ് സ്മോൾ മൊമെൻറ്റ്സ് ഓഫ് കണ്ടൻറ്റ് ഡിസ്പൈറ്റ് ഹർ മെൻറ്റൽ സ്ട്രെസ്.
ഇനി to care of Raja and Bim when they were suffering from typhoid. So caring them gives her a sense of usefulness and connection. അങ്ങനെ മീരാമാസിക്ക് അതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഷീ വാസ് എ ട്രീ ദറ്റ് ഗ്രൂ ഇൻ ദ സെൻറ്റർ ഓഫ് ദെയർ ലൈവ്സ് ആൻഡ് ഇൻ ഹൂസ് ഷെയ്ഡ് ദേ ലിവ്ഡ്. കാരണം പാരൻ്റൽ നെഗ്ലക്റ്റ് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആയ വന്ന് ഇവർ എത്രയധികം നന്നായി കെയർ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ നമുക്ക് കാണിച്ചു തരുന്നൊരു സെൻറ്റൻസ് ആണിത്. ഷീ വാസ് ദ ട്രീ ദറ്റ് ഗ്രൂ ഇൻ ദ സെൻറ്റർ ഓഫ് ദെയർ ലൈവ്സ് ആൻഡ് ഇൻ ഹൂസ് ഷെയ്ഡ് ദേ ലിവ്ഡ്. അപ്പോൾ അവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കൂടെ പറയുന്നുണ്ട്. മീരാമാസി 12 years old ആയിരുന്നപ്പോൾ ഷീ വാസ് മാരീഡ്, വെർജിൻ ആണ്. ഹസ്ബൻഡ് ഡൈസ് ഓഫ് കോൾഡ് ഇൻ ഇംഗ്ലണ്ട്. സ്റ്റഡീസിന് വേണ്ടി ഹസ്ബൻഡ് ഇംഗ്ലണ്ടിലേക്ക് പോവാണ്. അവിടെ വെച്ച് ഹസ്ബൻഡ് മരിക്കുകയാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ടൊരു അൺറിസോൾവ്ഡ് ട്രോമയായിട്ട് ഭയങ്കര ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. എന്തിനാണ് ഗിൽട്ട് ഫീലിംഗ് ചോദിച്ചാൽ എന്താ മീരാമാസിയുടെ ഹൊറോസ്കോപ്പ് നല്ലതല്ല, എന്ത് പ്രശ്നമൊക്കെ ഉണ്ടെന്നാണ് മദർ ഇൻ ലോ പറയുന്നത്. സോ അതുകൊണ്ടുള്ള ഗിൽറ്റ് ഫീലുണ്ട്. അതുപോലെ ഒരു അൺറിസോൾവ് ട്രോമ, ഇനി ആൾക്ക് ആരും ഇല്ല, അതായത് ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു പ്രശ്നം. അതുപോലെ ഹൗസ് ഹോൾഡിലുള്ള നിഗ്ലക്റ്റ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മസാജ്ഡ് മദർ ഇൻ ലോസ് ലെഗ്സ്, നഴ്സിംഗ് ബേബീസ് ഓഫ് സിസ്റ്റർ ഇൻ ലോസ്, സ്റ്റിച്ചിങ് ക്ലോത്ത്സ്, ബുള്ളിയിങ് ഓഫ് ബ്രദേഴ്സ്. ആ ബ്രദർ ഇൻ ബ്രദേഴ്സിൻ്റെ, അതായത് ഈ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ബുള്ളിയിങ് ഒക്കെ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. അതായത് അറ്റ് ലാസ്റ്റ് ഇവരെ ഈ സ്ത്രീനെ പുറത്താക്കുന്നുണ്ട്. എപ്പോഴും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് വൈ ഓൾവേസ് വൈറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് ഇവരുടെ ദാസ് ഫാമിലിയിൽ ദാസിൻ്റെ വൈഫ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇറ്റ് ഈസ് വിഡോസ് കളർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് ആൽക്കഹോളിസത്തിലേക്ക് അഡിക്റ്റ് ആവുന്നത്. അതിൽ 2 എപ്പിസോഡ് അതിൽ കാണിക്കുന്നുണ്ട്. ആൽക്കഹോളിസം ഭയങ്കര അഡിക്റ്റഡ് ആണെന്ന് കാണിക്കുന്ന 2 എപ്പിസോഡുണ്ട്. വേർ ഷീ ബീങ് നേക്കഡ് ആൻഡ് വാക്സ് ആൻഡ് ടോക്സ് ലൈക്ക് എക്സെൻട്രിക്. അതുപോലെ കൗ ഡ്രൗണിങ് ഇൻസിഡൻറ്റിലുള്ള ഭയങ്കര ഗിൽറ്റി ഫീൽ. അപ്പോൾ ആൾ തന്നെ പറയുന്നുണ്ട്, ഐ വുഡ് ഡ്രൗൺ മൈ സെൽഫ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൗ ഡ്രൗൺ ചെയ്തതിൻ്റെ ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ലോസ് ഓഫ് കൺട്രോൾ ഓവർ വൺസ് ലൈഫാണ്. അതായത് എന്ത് ഗിൽട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല പാല് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മിസ്സസ് ദാസിനോട് പറഞ്ഞിട്ട് കൗവിനെ വെക്കാനായിട്ട് കൗവിനെ വാങ്ങാമെന്ന് പറയുന്നത് മീരാമാസി തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് ഡ്രൗണായി അങ്ങനെ അങ്ങനെ ചത്തു പോകുമ്പോൾ അതിൻ്റെ ഒരു ഗിൽട്ട് ഫീലുണ്ട്. അപ്പോൾ അത് ആ ഒരു 2 ഇൻസിഡൻറ്റാണ്. പാരൻസ് അപ്പോഴേക്കും മരിക്കുന്നുണ്ട്. അപ്പോൾ സോ ആൽക്കഹോളിസത്തിലേക്ക് ഭയങ്കര അഡിക്റ്റഡ് ആവുന്നു എന്നുള്ളതൊക്കെ കാര്യം. പിന്നെ ബിമ്മിനൊരു ഹോണ്ടിങ് ഫീൽ കിട്ടുന്നുണ്ട്. അതായത് എപ്പോഴും മീരാമാസിയുടെ ആ ഒരു ഷാഡോ ഫോളോ ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ബിമ്മിനെ ഒരു ഹോണ്ടിങ് ഫീൽ എപ്പോഴും ബിമ്മിനുണ്ടായിരുന്നു. അതായത് റിമൈൻഡർ ഓഫ് പാസ്റ്റ് ലിങ്കറിങ് സട്ട്ലി ഇൻ ഹെർ പെർസെപ്ഷൻ. അങ്ങനെ ഇതിൽ ക്രിമേഷൻ ചെയ്യുന്നത് ബിമ്മു രാജയാണ്. പക്ഷേ താരയാണ് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിരുന്നത്. കാരണം മീരാമാസിയുടെ പുതപ്പിനുള്ളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഓൾവേസ് താരയാണ്. കാരണം പാരൻസിൻ്റെ അടുത്തേക്ക് പോകാറില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരുന്നു മീരാമാസി. പക്ഷേ മീരാമാസി മരിച്ചപ്പോൾ എന്ത് ചെയ്തില്ല, താര വന്നില്ല. ക്രിമേഷൻ ഡൺ ബൈ ബിം ആൻഡ് രാജ. സോ ഇതാണ് മീരാമാസിനെ കുറിച്ചുള്ള ഒരു പിക്ചർ. ഇനി ബക്കുൽ പറയുകയാണെങ്കിൽ താരയുടെ ഹസ്ബൻഡാണ്. മെറ്റ് അറ്റ് റോഷനാര ക്ലബ് വെൻ ഹി വാസ് എ ട്രെയിനി ഫോർ ദി IFS ട്രെയിനിങ്ങിൽ ഒരു ട്രെയിനി ആയിരുന്ന സമയത്താണ് കാണുന്നത്. ഗെറ്റ്സ് ബോർഡ് ആൻഡ് റെസ്റ്റ്ലെസ് ആൻഡ് ഗെറ്റ്സ് ഇറിറ്റേറ്റഡ്. അതായത് വൈൽ ഹാവിങ് മോർണിംഗ് ടീ വിത്ത് ബിം, താര ആൻഡ് ബാബ ഡൂയിങ് നത്തിങ്. ഇയാൾക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, രാജയുടെ മോളായിട്ടുള്ള മൊയ്നയുടെ വെഡ്ഡിങ്ങിന് വേണ്ടി ഇവർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ താരയുടെ വീട്ടിലേക്ക് എത്തുവാണ്. താരയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ബിമ്മിനും താരയുടെയും കൂടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അയാൾക്ക് ബോർഡ് ആവുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല, മീൻസ് ഡൂയിങ് നത്തിങ്, ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. അയാൾക്കത് അങ്ങനത്തെ ഒരാളല്ല അയാൾ. ഹി തിങ്സ് താര ബിക്കംസ് ഹോപ്പ്ലെസ് അഗെയിൻ വെൻ ഷി റിട്ടേൺസ് ഹോം. ഈ താരനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഐ എം എസ്കേപ്പിംഗ് യു, അല്ലെങ്കിൽ അതായത് ഐ എം ഹെൽപ്പിംഗ് യു ഫ്രം ഹിയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് താരനെ തിരിച്ചു പോകുന്നതോടുകൂടി അവൾ അതേ ഹോപ്പ്ലെസ് ആയിട്ടുള്ള പണ്ടത്തെ പേഴ്സണായി മാറി, ഇപ്പോൾ വീണ്ടും ഹോപ്പ്ലെസ് ആയി അവളെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ താര എന്നൊക്കെ പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര പാസീവാണ്. അതായത് റെസിസ്റ്റ് ഒന്നും ചെയ്യില്ല. എപ്പോഴും ഒരു എസ്കേപ്പിസ്റ്റ് ടെൻഡൻസിയാണ് ഈ കുട്ടിക്കുള്ളത്. അത് അവളുടെ ഡിഫെൻസ് മെക്കാനിസം അങ്ങനെയാണ്. പക്ഷെ ബക്കുൽ അങ്ങനെയല്ല. ഭയങ്കര എന്താ പറയുക, ഇമോഷണൽ സ്റ്റാഗ്നേഷൻ ഒരിക്കലും വെച്ച് ഉറപ്പിക്കില്ല. അത് ഓൾവേസ് ആക്റ്റീവാണ്.
എപ്പോഴും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കും. സെൽഫ് അസേർഷൻ, പെർസ്യൂസ് എ ഡിപ്ലോമാറ്റിക് കരിയർ. അപ്പോൾ എപ്പോഴും പറയും, ഇയാൾ പറയാറുണ്ട് അത്ര, അതായത് ഇയാളിപ്പോൾ എന്താ പറയുക, നമ്മൾ നെയ്ബേഴ്സിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, പാർട്ട് ഓഫ് മീ ലീവ്സ് ഹിയർ, ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് മീ ഓൾവേസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഒഫീഷ്യൽ ഹിപ്പോക്രസി ആൻഡ് ഷാലോ ഐഡിയലിസമാണ്. കാരണം എബ്രോഡിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഗ്രീനറി, അവിടെ എന്താ വലിയ വലിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. റിയാലിറ്റീസ് ഓഫ് ഹോമിനെ കുറിച്ച് എബ്രോഡിലുള്ള ആൾക്കാർക്കൊരു ധാരണയില്ല. അതായത് അതാണ് ഈ ഒഫീഷ്യൽ ഹിപ്പോക്രസി ആൻഡ് ഷാലോ ഐഡിയലിസം എന്ന് പറയുന്നത്. ഇയാളുടെ ബക്കുലിൻ്റെ വേർഡ്സിൽ, വെൻ ദേ വിസിറ്റ് മിശ്രാസ് ഹോം, നമുക്കൊരു ന്യൂ കൊളോണിയൽ മൈൻഡ് സെറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഫോറിൻ ലക്ഷറീസിലാണ്. സീരിയസ് മാറ്റേഴ്സ് അല്ല അവർ നോക്കുന്നത്. അവിടെ അങ്ങനെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ടോ, അവിടെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ ബോധേർഡ് ആവുന്നു. അതൊരു ന്യൂ കൊളോണിയൽ മൈൻഡ് സെറ്റ് അവിടെ കാണാം. ബക്കുൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, പ്രോബ്ലം സോൾവിങ്, അത് ബീയിങ് അഡ്മയർഡ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അയാളെ എല്ലാവരും അഡ്മയർ ചെയ്യണം, അയാൾ വെച്ചാൽ എല്ലാവരും ഇംപ്രസ്ഡ് ആവണം അയാളിൽ. സോ നൈറ്റ് ടൈമിൽ ഇറങ്ങിയ താരയുടെ കൺസേണും ടെൻഷനും രാജ ഭീമായിട്ടുള്ള എന്താ പറയുക ബ്രേക്കപ്പ് എല്ലാം കാരണം ഇയാൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ഇവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് താരേനെ എന്താ പറയുക ഒരു പുഷ് അവിടെ നിന്നുണ്ട്, അതായത് ഇയാളുടെ. അപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ബക്കുൽ എന്ന് പറയുന്നത്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള, ഭയങ്കര ഒരു ഡിപ്ലോമാറ്റിക് കരിയർ എന്താ പറയുക പേഴ്സ്യൂ ചെയ്യുന്ന, എന്നാൽ ഇന്ത്യനെക്കുറിച്ച് വളരെ ഷാലോ ഐഡിയലിസം ഉള്ള ഒരു വ്യക്തി. പക്ഷേ താര എപ്പോഴും ഇയാളെക്കുറിച്ച് ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആവണം എന്നുള്ള ഇതിൽ ആ ബക്കുലിൻ്റെ രാജയുടെ ഇതിൽ അവരെ മീറ്റ് ചെയ്ത് അവരെ കണ്ടുമുട്ടിച്ച് എന്ത് ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ബിശ്വാസ് പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ഓക്വേർഡ് യങ് ബംഗാളി. ഫസ്റ്റ് മെൻഷൻ പറയുന്നത്, ഹി കംസ് ടു എക്സാമിൻ രാജ ഹു ഹാഡ് ഫാളൻ ഇൽ, അണ്ടർസ്റ്റുഡ് ദാറ്റ് ബിം സഫേഴ്സ് എ ലോട്ട് റിഗാർഡിംഗ് ഹർ ഫാദർ, ഫാമിലി, രാജാസ് ഇൽനെസ്, സോ സജസ്റ്റിംഗ് ഹർ ടു ടേക്ക് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. പക്ഷെ ബിം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് ടീച്ചിങ്ങിലാണ്. അപ്പോൾ അവളത് പറയുന്നുണ്ട്, ഫീൽസ് ഷൈ ആൻഡ് നെർവസ് ഇൻ ഹർ പ്രസൻസ്. ബിമ്മിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്, ഫീലിങ്സ് ഉണ്ട്, അപ്പോൾ ഓൾവേസ് ഷൈ ആണ് ബിമ്മിനെ കാണുമ്പോൾ. പിന്നെ ആളുടെ മദർ ഉണ്ട്, ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ബംഗാളി ലേഡി. സിസ്റ്റർ മാരീഡ് ആണ്, സെറ്റിൽഡ് ഇൻ കൽക്കട്ട എന്നാണ് പറയുന്നത്. ഹയർ സ്റ്റഡീസ് എല്ലാം ബിശ്വാസ് ചെയ്തത് ജർമ്മനിയിലാണ്. ലേൺസ് വയലിൻ അലോങ് വിത്ത് സ്റ്റഡീസ്. മോഡേൺ എക്സ്പോഷർ ഉണ്ട്, പക്ഷേ അത് സർഫസ് ലെവൽ മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരു ന്യൂ കൊളോണിയൽ സ്ട്രെയിൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഷൈ എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്ഫോർമേഷനൊന്നും സംഭവിച്ചിട്ടില്ല, പണ്ടത്തെ ആൾ തന്നെ. പക്ഷേ അതൊരു സർഫസ് ലെവലുള്ളൊരു എക്സ്പോഷർ, അവിടേക്കെല്ലാം പോയി പഠിച്ചു, അത്രേ ഉള്ളൂ. അതായത് ഷൈ ആണ്, ഇമോഷണലി ഇമ്മച്വർ ആണ്, ഫിയർ ഓഫ് റിജക്ഷൻ ഒക്കെ ഇയാളിലും ഉണ്ട്. പിന്നെ ലൈക്സ് ടു ടേക്ക് ദി റിലേഷൻഷിപ്പ് ഫെർദർ എടുക്കാൻ താല്പര്യമുണ്ട് ബിമ്മുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പക്ഷേ അമ്മേനെ വന്ന് കാണാൻ പറയുന്നു. പക്ഷെ ബിമ്മിനാണെങ്കിൽ എന്താ, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇവൾക്ക് ഭയങ്കര ബോറിംഗ് ആണ് ഇയാളുടെ കൂടെയുള്ള എന്താ പറയുക പ്രസൻസ്. ഭയങ്കര പാനിക്ഡ് ആവുന്നു, ഭയങ്കര ട്രാപ്ഡൊക്കെ ആയിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താ ഇവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഷീ ഷട്ട്സ് എ ഗേറ്റ് ബിറ്റ്വീൻ ദം. ഒരു സിംബോളിക് റെഫ്യൂസൽ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ആ ഫൈനൽ റെസ്പോൺസ് ഇസ് വിഡ്രോവൽ, നോട്ട് കമ്മിറ്റ്മെൻറ്റ്. മേ ബി ഫീലിങ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊരു എസ്കേപ്പിസമായിട്ട് മാരേജ് അങ്ങനെ ഒരു ലൈഫ് ഒന്നും അവൾ ലീഡ് ചെയ്യുന്നില്ല. അവൾക്ക് എപ്പോഴും എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് കുറച്ചും കൂടെ ഗ്രേറ്റർ ദാൻ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ബിശ്വാസിൻ്റെ എഫെക്ഷൻ എല്ലാം വൺ സൈഡഡ് ആണ്. ഇത് ബിമ്മിന് അതേ അളവിൽ തിരിച്ച് ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഫൈനൽ റെസ്പോൺസസ് വിഡ്രോവൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് മൈനർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മീര മാസി, ബിശ്വാസ് ആൻഡ് ബക്കുൽ എന്ന് പറയുന്നത്.